SSLC History Chapter 1 Revolutions that Influenced the World. ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവങ്ങൾ. അപ്പോൾ കുറച്ച് വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ലെസൺ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് റെവല്യൂഷൻസ്. റെവല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവങ്ങൾ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാധീനിച്ചിട്ടുള്ള, എന്തിനാണ്? ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എപ്പോഴും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഹിസ്റ്ററി വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരുപാട് ഹിസ്റ്ററിയിലുള്ള ഈ ഇയറും, അതായത് വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കഥ പോലെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ഇവൻറ്റ്സും ഒരു കഥ പോലെ എന്തിനെങ്കിലൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയാം. ആൻഡ് ഇംഗ്ലീഷിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില വേർഡുകളുടെ മീനിങ് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ വേർഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വേർഡ് നോക്കി വെച്ചു, റെവല്യൂഷൻ, വിപ്ലവങ്ങൾ എന്നുള്ളതാണ്. വിപ്ലവങ്ങൾ എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടൊരു ഐഡിയ പറയാം. വിപ്ലവം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു, നിയമം ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പം നിലനിൽക്കുന്ന ഒരു നിയമം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ നിയമം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങളെയൊക്കെ ഭേദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ആളുകൾക്ക്. ഈ നിയമം ഇപ്പോൾ വേണ്ട, നമുക്ക് പുതിയ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ അവർ വിപ്ലവത്തിനൊരുങ്ങും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റവല്യൂഷൻ എന്ന് പറയുന്നത്. റവല്യൂഷൻ എന്ന വിപ്ലവമാണ്. അതായത് അവർ ആ എക്സിസ്റ്റിംഗ് നിയമത്തോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു പുതിയൊരു നിയമം കിട്ടാനായിട്ട് ചെയ്യുന്ന ചെറുത്ത് നിൽപ്പുകളിനെയൊക്കെയാണ് നമ്മൾ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്രീഡം അലോൺ ഈസ് നെക്ടർ ഡിവൈൻ, ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്, ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലാവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. കുമാരനാശാൻ മെമ്മോറിയൽ, കായ്ക്കര. ഓക്കെ, കുമാരനാശൻ മെമ്മോറിയൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം. A few lines from the poem ഒരു ഉദ്ബോധനം by കുമാരനാശൻ can be seen on the plate in the picture. അപ്പോൾ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നത് ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കുമാരനാശാൻ്റെ പോയത്തിൽ നിന്നുള്ള, ഒരു കവിതയിൽ നിന്നുള്ള വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പണ്ടൊക്കെ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കുമാരനാശാൻ്റെ പോയത്തിൽ നിന്നുള്ള, കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. These lines remind us of the importance of freedom in human life. അപ്പോൾ ഈ വരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അല്ലെങ്കിൽ ഫ്രീഡത്തിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, തിങ്ക് അബൌട്ട് ദ ഫ്രീഡം ദാറ്റ് വി എൻജോയ് ഇൻ ഡേ ടു ഡേ ലൈഫ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രത്തോളം ഫ്രീഡം നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഡിഡ് ദ പീപ്പിൾ എവ്രിവെയർ എൻജോയ് ഫ്രീഡം ലൈക്ക് ദിസ്? പക്ഷേ ഇത്തരത്തിലുള്ള ഫ്രീഡം ലോകത്തിലെല്ലായിടത്തുമുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഫ്രീഡം കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവിടെ. തീർച്ചയായിട്ടും കിട്ടുന്നില്ല. ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നുണ്ട്. In several places, the common people did not have as much freedom as we have today. ഇനി ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. മുൻപ്, അതായത് ഇൻ സെവറൽ പ്ലേസസ്, ഒരുപാട് സ്ഥലങ്ങളിൽ ദ കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഡിഡ് നോട്ട് ഹാവ് ആസ് മച്ച് ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. നമ്മൾക്ക് ഇന്നുള്ള പോലത്തെ ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല മുൻപ്. നമ്മുടെ ചരിത്രം തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. കേരളത്തിൽ പണ്ട് വസ്ത്രധാരണത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ പറയില്ലേ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വിവേചനം എന്നുള്ളത് പറയില്ലേ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പറയും, ലിംഗവിവേചനം, അതുപോലെ തന്നെ ഈ
താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, ഇത്തരത്തിലുള്ള വിവേചനത്തിനെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ, പണ്ടത്തെ ആളുകളൊക്കെ. അപ്പോൾ ദ പീപ്പിൾ ഹു were deprived of freedom had to fight for it. അപ്പോൾ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു ഇത് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട്. സം അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ്, ഒരുപാട് പേര് പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള രീതിയിലൂടെയുള്ള സമരമുറകളൊക്കെ സ്വീകരിച്ചു. നമുക്കറിയാം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഒരുപാട് രീതിയിലുള്ള സമര രീതികളിനെ കുറിച്ചിട്ട് നമുക്കറിയാം. നിരായുധരായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആയുധമെടുക്കാതെ ഉള്ള ഒരു രീതിയാണ് ഗാന്ധിജി തുടർന്ന് ചെയ്തുകൊണ്ട് പോന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ സം അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ്, ചിലരെന്ത് ചെയ്തു, പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്തു. വെയർസ് അതേഴ്സ് പ്രിഫേർഡ് ആംഡ് റെബലിയൻ. പക്ഷെ മറ്റു ചിലരെന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും ഗാന്ധിജി സമാധാനപരമായിട്ടുള്ള രീതിയിൽ സമരങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് മറ്റ് ചില ആളുകൾ, അതായത് നേതാക്കന്മാർ തന്നെയാണ്, അവർ കുറച്ചുകൂടി ആയുധങ്ങളൊക്കെ ഏന്തിയിട്ടുള്ള സമരമുറകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ 9ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓൾ ദീസ് സ്ട്രഗിൾസ് tried to change the system that denied freedom and rights and to establish a new one. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സ്ട്രഗിൾസും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതൊക്കെ ഈ സ്ട്രഗിൾസൊക്കെ, ഈ പറയുന്ന കഷ്ടപ്പാടുകളും ഈ പ്രതിരോധ മാർഗങ്ങളും എല്ലാതും ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് നിഷേധിക്കപ്പെട്ട, ഡിനൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കുക എന്നർത്ഥം. അപ്പോൾ ഡിനൈഡ് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കപ്പെട്ട ഫ്രീഡം എന്നർത്ഥം. അപ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രഗിൾസൊക്കെ അവർ നടത്തി പോകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവകാശങ്ങൾ, റൈറ്റ്സ്, ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ഐഡിയ. അവിടെ നിലനിന്ന് പോന്നിരുന്ന നിയമവ്യവസ്ഥയിൽ അവർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലാതാവുകയും പുതിയ ഒരു നിയമവ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിനെയാണ് നമ്മൾ ഇത്തരം നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. Therefore they are known as revolutions. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് അറിയപ്പെടുന്നതാണ് റവല്യൂഷൻ, വിപ്ലവം. The major factor that stimulated earlier revolutions was the Renaissance. റിനൈസൻസിനെ കുറിച്ചിട്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു പരിധിവരെ റവല്യൂഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒരു ഉത്തേജനം കൊടുത്തത് റിനൈസൻസ് ആയിരുന്നു, നവോത്ഥാനമായിരുന്നു. ഡു യു റിമെമ്പർ ദ റിനൈസൻസ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്? അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിനൈസൻസ്, അതുപോലെ തന്നെ ജോഹനസ് ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതൊക്കെ, അതൊക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. And do you remember the Renaissance discussed in the previous classes? Renaissance made significant change in human thought, views and life. അപ്പോൾ എന്തിലൊക്കെയാണ് ഈ റിനൈസൻസ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്? മനുഷ്യന്മാരുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, അതുപോലെ തന്നെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. ലെറ്റ് us examine them. അപ്പോൾ അവ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഹ്യൂമാനിസം, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ, ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളാണ് നമ്മൾക്ക് നവോത്ഥാനത്തിലൂടെ ഉയർന്നു വന്ന കാര്യങ്ങൾ. ഇനി പറയുന്നത്, ദീസ് നോവൽ ഐഡിയാസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ഇറേഷണൽ ബിലീവ്സ് ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ ഈ നവോത്ഥാനത്തിലൂടെ ആളുകൾ സയൻസിലൊക്കെ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. സയൻസ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. സയൻസ് എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരീക്ഷണവും കാര്യങ്ങളൊക്കെ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സയൻസിലൂടെ വെളിപ്പെടുത്തുന്നത്. പക്ഷേ പണ്ട് കാലത്ത് നിലനിന്ന് പോന്നിരുന്നത് ഇറേഷണൽ ആയിട്ടുള്ള ബിലീവ്സ് ആയിരുന്നു. ഇറാഷണൽ ബിലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുക്തിയുമില്ലാത്ത, ആളുകൾക്ക് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു യുക്തിയുമില്ലാത്ത ബിലീവ്സ് എന്ന് വെച്ചാൽ വിശ്വാസങ്ങളും ആചാരങ്ങളും കസ്റ്റംസും, ഈ വേർഡ് നോക്കി വയ്ക്കുക, റിച്വൽസ് ആൻഡ് കസ്റ്റംസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ട്രഡീഷൻ, പാരമ്പര്യം, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ആളുകളെ ഇത് പ്രേരിപ്പിച്ചു. The progress in the field of science brought about by the Renaissance gave birth to enlightenment. അങ്ങനെ ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, സയൻസിൻ്റെ പരമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായിട്ടുള്ള വളർച്ച എന്തുമൂലം? റിനൈസൻസ് മൂലം, നവോത്ഥാനം മൂലം ശാസ്ത്രരംഗത്തുണ്ടായിട്ടുള്ള വളർച്ച എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വഴിയൊരുക്കി. അത് 18th സെഞ്ച്വറിയിലാണ്, 18ാം നൂറ്റാണ്ടിലാണ്.
എൻലൈറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദ സയൻറ്റിഫിക് ഇൻവെൻഷൻ in Europe that molded enlightenment and intellectual and cultural movement. The thinkers of this movement gave importance to reasoning and opined that society is always progressing. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഐഡിയ ആണ് പറയുന്നത്. അവിടെ ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കേണ്ട. ഇത് അധിക വായനയ്ക്കുള്ളതാണ്, എങ്കിൽ കൂടി അത് വായിച്ച് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടികളോട് സാധാരണ പറയുന്നത് അധിക വായന എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരാറില്ല എക്സാമിന് എന്നാണ്. പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഇറ്റ് വാസ് എ സയൻറ്റിഫിക് ഇൻവെൻഷൻ ഇൻ യൂറോപ്പ് ദാറ്റ് മോൾഡഡ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ഇൻവെൻഷനാണ്, ശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്, ഒരു കടന്നുവരവാണ്. ഇൻ യൂറോപ്പിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചന പൂർണ്ണമായിട്ടുള്ള, അതുപോലെ തന്നെ കൾച്ചറൽ മൂവ്മെൻറ്റ്, സാംസ്കാരികപരമായിട്ടും വിവേകപരവുമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എൻലൈറ്റ്മെൻറ്റ്. The thinkers of this movement gave importance to reasoning and opined that society is always progressing. അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റിൻ്റെ തിങ്കേഴ്സ്, ചിന്തകർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എപ്പോഴും പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതായത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ. Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. അപ്പോൾ ഈ പറയുന്ന എൻലൈറ്റ്മെൻറ്റിൻ്റെ തിങ്കേഴ്സ്, ചിന്തകർ, അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളിങ്ങനെ പറയില്ലേ, പ്രചരിപ്പിക്കുക. ദാറ്റ്സ് എ റൈറ്റ് വേർഡ് ഫോർ പ്രൊപ്പഗേഷൻ. പ്രചരിപ്പിച്ചത് ദ ഐഡിയാസ് ലൈക്ക് ഫ്രീഡം. അവർ പ്രചരിപ്പിച്ച ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, ഇക്വാലിറ്റി, സമത്വം, ആൻഡ് നാഷണാലിസം. നാഷണാലിസം എന്ന് പറഞ്ഞാൽ ദേശീയത. ഇതൊക്കെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. ഇറ്റ് എൻകറേജ്ഡ് ദ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഓട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവെയിലിംഗ് ദെൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ചിന്തകർ പറഞ്ഞു വന്നപ്പോൾ മറ്റുള്ള ആളുകളുടെ, സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു എൻകറേജ്മെൻറ്റ് നൽകി. എൻകറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹനം നൽകി. അപ്പോൾ ലോകത്ത് പലയിടത്തുമുള്ള ആളുകൾക്ക് അവിടെ നിലനിന്നിരുന്ന ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട്, പ്രതിഷേധിക്കാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ്, ഒരു ശക്തി ഇവ നേടിക്കൊടുത്തു. ദീസ് പ്രൊട്ടസ്റ്റ് ഡെവലപ്ഡ് ഇൻ ടു റെവല്യൂഷൻസ് ഇൻ മെനി പ്ലേസസ്. ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധങ്ങളാണ് റെവല്യൂഷൻസ് ആയിട്ട്, വിപ്ലവങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും മാറിയത്. Let us discuss some of these revolutions and their impact. അപ്പോൾ ആ റെവല്യൂഷൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അവിടെ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് വാസ് എ സ്ലോഗൻ ദാറ്റ് thundered along different parts of North America in the second half of 18th century. What did people demand through this slogan framed by James Otis? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതിയില്ല, എന്തില്ലാതെ, പ്രാതിനിധ്യമില്ലാതെ, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഭരണവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നികുതി തരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയുന്നത് നമുക്ക് ഈ ഒരൊറ്റ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം ഇതാണ്, റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൽ അവിടുത്തെ സാധാരണക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആളുകളാണ് ഭരിച്ചു പോന്നിരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിൽ ഇടപെടാനോ ഒന്നിനുമുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നോക്കാം. This slogan was raised by the people of America as part of a powerful agitation. Let us discuss the circumstances that led to the agitation. അപ്പോൾ ഈ പറയുന്ന ഈ സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക. അമേരിക്കയിലുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഒരു സ്ലോഗൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആസ് എ പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ
ആസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ഷോഭം അല്ലെങ്കിൽ എന്താ പറയുക പ്രക്ഷോഭം എന്നൊക്കെ പറയാം, ഒരു ബഹളം, ആകെ ഒരു പ്രശ്നം, എന്താ പറയുക ഒരു കയോട്ടിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. അതിനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. ലെറ്റ് us ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഈ അജിറ്റേഷന്, ഈ പറയുന്ന ബഹളങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും വിപ്ലവങ്ങൾക്കൊക്കെ കാരണം എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി ഇതൊരു കഥയാണ് കേട്ടോ. ഇനി നമ്മളൊന്ന് നോക്കി വയ്ക്കുക. 16ാമത്തെ നൂറ്റാണ്ട് മുതലുള്ള ഒരു കഥയാണ് പറയുന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ. ഫ്രം ദ 16th century onwards the Europeans began to migrate to North America. 16ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലുള്ള ആളുകൾ നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. കുടിയേറാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് ചിലപ്പോൾ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ആ ഒരു നല്ല വിസ്തൃതമായിട്ടുള്ള പ്രദേശവും അതുപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം കുടിയേറുന്നത്. അപ്പോൾ ഒരുപാട് രീതിയിൽ ഒരുപാട് റീസൺസ് ഉണ്ട് കുടിയേറുന്നതിനായിട്ട്. ഓക്കെ, അപ്പോൾ 16ാം നൂറ്റാണ്ടിൽ മുതൽ യൂറോപ്യൻസ് എന്ത് ചെയ്തു, നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. The major aim of the migration was to exploit the resources. അപ്പോൾ ശരിക്ക് മേജർ ആയിട്ടുള്ള പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്, ചൂഷണം ചെയ്യുക. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ നടത്താം. അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ആരെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാം, യൂറോപ്യൻസ് ആണ്. ബൈ ദ 18th century, അങ്ങനെ 18ാം നൂറ്റാണ്ടായി. 18ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു, ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ യൂറോപ്യൻസ് എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഏകദേശം സെയിം ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇവിടെ ഈ ചാപ്റ്ററിൽ. അപ്പോൾ യൂറോപ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു, അവിടെ ഈ പറയുന്ന വടക്കേ അമേരിക്കയിൽ 13 colonies ഉണ്ടാക്കി. ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിൽ. ഇവർ വന്നത് 16ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. അതിനുശേഷം 18ാം നൂറ്റാണ്ടിലായിട്ട് ഇവർ നോർത്ത് അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിൽ എന്ത് ചെയ്തു, കോളനികൾ ഉണ്ടാക്കി. ഓക്കെ, വടക്കേ അമേരിക്കയുടെ എവിടെയാണ് കോളനികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ്, കിഴക്കൻ തീരപ്രദേശത്ത്. ഓക്കെ, കുറേ കോളനികൾ ഉണ്ടാക്കി. അപ്പോൾ ക്യാൻ യു ലൊക്കേറ്റ് ദം ഇൻ ദ മാപ്പ്? അപ്പോൾ അവിടെ കാണാൻ പറ്റും ഒരുപാട് കോളനീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക്, പെനിസിൽവാനിയ, വിർജീനിയ, നോർത്ത് കാരോലിന, ഓക്കെ, അങ്ങനെ ഒരുപാട്, ജോർജിയ, അങ്ങനെ ഒരുപാട് കോളനീസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്കയാണ് മനസ്സിലാക്കുക. അപ്പോൾ 13 colonies ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ബ്രീഫായിട്ട് പറയാം. വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തോ അവസ്ഥ മറ്റ് പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പുതിയ ഒരു നിയമത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അമേരിക്കൻ വിപ്ലവം ഉണ്ടായത് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ അവർ 18ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു, 13 coloniകൾ ഉണ്ടാക്കി. വടക്കേ അമേരിക്കൻ്റെ കിഴക്കൻ തീരങ്ങളിലായിട്ട് 13 coloniകൾ ഉണ്ടാക്കി. ഓക്കെ, പിന്നെ അവിടെ അധിക വായനയുടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. Christopher Columbus, a sailor of the Spanish government, reached North America in 1492. He called the indigenous people as Indians. He thought that the place he reached was India. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന സെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സെയിലർ എന്ന് പറയുന്നത്. നാവികൻ, അതാണ് ശരിക്കും വേർഡ്. സെയിലറാണ്, സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെയിലറായിരുന്നു. അദ്ദേഹം എവിടെ എത്തി? നോർത്ത് അമേരിക്കയിലെത്തി. 1492 നോർത്ത് അമേരിക്കയിലെത്തി. ഹി കോൾ ദ ഇൻഡിജിനസ് പീപ്പിൾ. അപ്പോൾ അവിടുത്തെ ആളുകളിനെ അദ്ദേഹം വിളിച്ചത് എന്താണ്? ഇന്ത്യൻസ് എന്ന് വിളിച്ചു. കാരണം എന്താണ്? അദ്ദേഹം വിചാരിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹി തോട്ട് ദാറ്റ് ദ പ്ലേസ് ഹി റീച്ച്ഡ് വാസ് ഇന്ത്യ. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം എത്തിയ സ്ഥലത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. പക്ഷെ ഇന്ത്യ ആയിരുന്നില്ല, അത് വടക്കേ അമേരിക്ക ആയിരുന്നു. ഓക്കെ, ലേറ്റർ അതിനുശേഷം ദേ വേർ നോൺ ആസ് ദ റെഡ് ഇന്ത്യൻസ്. അപ്പോൾ അതിനുശേഷമാണ് ഇവരെ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരല്ല, ആരാണ്? വടക്കേ അമേരിക്കക്കാരെയാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് അങ്ങനെ പേര് കൊടുത്തത്? ശരിക്കും ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. കാരണം അദ്ദേഹം വഴി തെറ്റിയിട്ട് അദ്ദേഹം വിചാരിച്ചു ഇന്ത്യ ആണെന്ന് വിചാരിച്ചിട്ട് നോർത്ത് അമേരിക്കയിലാണ് എത്തിയത്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ ഇന്ത്യൻസ് വിളിച്ചു. പക്ഷെ അത് ഇന്ത്യക്കാരായിരുന്നില്ല, അത് നോർത്ത് അമേരിക്കൻസ് ആയിരുന്നു. ഓക്കെ. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. With the increase in European migration, the Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ കോളനീസൊക്കെ, മുന്നത്തെ കോളനീസൊക്കെ, അമേരിക്കയിലുണ്ടായിരുന്ന കോളനീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ മൂലം, അതായത് അവിടുത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇംഗ്ലണ്ടിലത്തെ രാജാവ് എന്ത് ചെയ്തു, അവിടുത്തെ അസഹിഷ്ണുത, മത അസഹിഷ്ണുത, അങ്ങനെ എന്തൊക്കെ പറയാം, അതായത് ഇതാണ് മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു പറ്റം ആളുകൾ നമ്മുടെ എവിടേക്ക് വന്നു, നമ്മുടെ വടക്കേ അമേരിക്കയിലേക്ക് വന്നു. മേഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് അവർ വന്നത്. ദേ വേർ നോൺ ആസ് ദ പിൽഗ്രിം ഫാദേഴ്സ്. അവരറിയപ്പെട്ടിരുന്നത് പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരുപാട് യൂറോപ്യൻസ് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. അതുമാത്രമല്ല, യൂറോപ്യൻസ് എന്ത് ചെയ്തു, അവരുടെ ലാൻഡും അവരുടെ ഭൂമിയും അതുപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഈ അവരുടെ ആടുകളും അതൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ എടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് 13 കോളനികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് as centers for collecting raw materials for their industry and as a market for selling their products. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ കോളനികളെ, എത്ര കോളനികൾ ഉണ്ടായിരുന്നു? 13 കോളനികൾ ഉണ്ടായിരുന്നു. ഏത് നൂറ്റാണ്ടിലായിരുന്നു? 18-ാം നൂറ്റാണ്ടിലായിരുന്നു കോളനികൾ ഉണ്ടാക്കിയത്. എവിടെയായിരുന്നു? വടക്കേ അമേരിക്കയിലായിരുന്നു. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലായിരുന്നു. യെസ്. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ കോളനികളെ എന്തായിട്ടാണ് കണക്കാക്കിയത്? ഈ ബ്രിട്ടീഷുകാർക്ക് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ കോളനികളെ നമ്മുടെ ബ്രിട്ടീഷ് ആളുകൾ കണ്ടത്. ഓക്കെ. ഇനി ബ്രിട്ടീഷ് എന്ന് പറയുന്നതും യൂറോപ്യൻസ് എന്ന് പറയുന്നതും ഇംഗ്ലണ്ടുകാർ എന്ന് പറയുന്നതൊക്കെ ഏകദേശം സെയിം ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ. ബ്രിട്ടീഷ് ഓക്കെ. അപ്പോൾ അവിടെ അസംസ്കൃത വസ്തുക്കൾ എടുക്കുക, അവിടെ തന്നെ ഉൽപ്പാദനം ചെയ്യുക, അവിടെ തന്നെ എന്ത് ചെയ്യുക, വിൽക്കുക എന്നുള്ളൊരു സംഭവമാണ് അവർ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസംസ്കൃത വസ്തുക്കൾ അവിടെ നിന്ന് എടുക്കുന്നു, അവിടെ ഉൽപ്പാദനം നടത്തുന്നു, അതായത് സാധനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കുക, അവിടെ തന്നെ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളൊരു സംഭവമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. അപ്പോൾ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് മെർക്കൻറ്റിലിസം. ആസ് പാർട്ട് ഓഫ് മെർക്കൻറ്റിലിസം സെവറൽ ലോസ് വെർ ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ മെർക്കൻറ്റിലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങൾ അവർ ബ്രിട്ടീഷ് കോളനികളിൽ നടപ്പിലാക്കി. അതായത് ഈ പറഞ്ഞ 13 കോളനികളിലും കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതിനെ പറയുന്നതാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കൻറ്റിലിസ്റ്റ് ലോ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. അപ്പോൾ കോളനികളിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ കോളനികളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒന്നുകിൽ ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള കപ്പലുകളിലോ ആയിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ വേണം സാധനങ്ങൾ കൊണ്ടുപോകാനും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദി ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എറ്റ്സെട്ര. ബ്രിട്ടീഷ് സ്റ്റാമ്പ് എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിലും ന്യൂസ് പേപ്പേഴ്സിലും പാംഫ്ലെറ്റിലും ലൈസൻസിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത കാര്യം, ഇമ്പോർട്ട് ടാക്സ് must be paid for the import of tea, glass, paper, etc. ഇമ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കയറ്റുമതി ഇറക്കുമതി. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യാന്നർത്ഥം. ഓക്കെ. ഇറക്കുമതി ചുങ്കം, ടാക്സ് എന്ന് പറഞ്ഞാൽ ചുങ്കം എന്നാണ് മലയാളത്തിൽ വേർഡ് കേട്ടോ, നികുതി എന്നൊക്കെ പറയാം. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എറ്റ്സെട്ര. അപ്പോൾ ചായപ്പൊടി അതുപോലെ തന്നെ
ഗ്ലാസ്, പേപ്പർ, ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്ന കോളനിക്കാരെന്ത് ചെയ്യണം? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം. അടുത്തത് പറഞ്ഞത് പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അപ്പോൾ കോളനിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചസാര, അതുപോലെ തന്നെ കമ്പിളി, പിന്നെന്തായിരുന്നു, കോട്ടൺ, പരുത്തി, ടുബാക്കോ എന്ന് പറഞ്ഞാൽ പുകയില, ഇതൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാൻ പാടുള്ളൂ. അതെന്തിനാണ് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന കോസ്റ്റിൽ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുകാർ പറയുന്ന വിലയ്ക്ക് മാത്രമേ ഈ സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉപകാരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അടുത്തത് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അപ്പോൾ കോളനികളിൽ നിൽക്കുന്ന ഈ പറയുന്ന ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് ഭക്ഷണവും മറ്റ് താമസിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ കോളനിക്കാർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ഒരു കാര്യം ഇതുവരെ പറഞ്ഞൊന്നൊരു പറയാം. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് എവിടേക്ക് വന്നു? നമ്മുടെ വടക്കൻ അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം വന്നിരുന്നത്. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ ഏകദേശം ഒരു 13 കോളനികൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ്, ഇംഗ്ലീഷുകാർ ഉണ്ടാക്കി. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? അവർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെയാണ് മർക്കൻറ്റിലിസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ചായപ്പൊടിക്കും ഗ്ലാസ്സിനൊക്കെ ഇമ്പോർട്ട് ടാക്സ് ഒക്കെ ചുമത്തിയെന്ന് പറഞ്ഞു. ഇനി പറയുന്ന ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുമ്പോൾ ടീ പാർട്ടി ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അമേരിക്കയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ബോസ്റ്റൺ. ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചായ സൽക്കാരം എന്നുള്ളതാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചായ സൽക്കാരമാണോ എന്നുള്ളത് നോക്കാം. The high tax levied by the British government on tea fired up strong protests in America. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇമ്പോർട്ട് ടാക്സ്, അതായത് ഇറക്കുമതി ചുങ്കം, ഇറക്കുമതി ചെയ്യുന്നതിന് നല്ല അമിതമായിട്ടുള്ള ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പ്രതിഷേധത്തിന്, അമേരിക്കയിലെ ഒരുപാട് പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം എന്നർത്ഥം. ടാക്സ് ലെവി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമത്തുക എന്നുള്ളതാണ് കേട്ടോ. ഓൺ 16 ഡിസംബർ 1773 1773 ഡിസംബർ 16-ാം തീയതി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിസ്ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷം മാറി. ആരായിട്ട് വേഷം മാറി? റെഡ് ഇന്ത്യൻസ് ആയിട്ട് വേഷം മാറി. boarded the ships at night in Boston Harbor and threw 342 chests of tea into the sea. This protest is known as the Boston Tea Party. അങ്ങനെ എന്ത് ചെയ്തു? 1773 ഡിസംബർ 16-ാം തീയതി ഒരു വിഭാഗം ആളുകൾ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം അണിഞ്ഞിട്ട് എന്ത് ചെയ്തു? കപ്പലിലേക്ക് കയറി. കപ്പൽ കയറിയതിന് ശേഷം ആ കപ്പലിലുണ്ടായിരുന്ന 342 ചായപ്പൊടിയുടെ പെട്ടികൾ അതെടുത്ത് കടലിലേക്ക്, ഏത് കടലാണ്? ബോസ്റ്റൺ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം മെയിനായിട്ടുള്ള എന്താണ്? ഇറക്കുമതി ചുങ്കമായിരുന്നു. അതെന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? മർക്കൻറ്റിലിസ്റ്റ് ലോൻ്റെ ഭാഗമായിട്ടാണ് ഇറക്കുമതി ചുങ്കം അധികം ആക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്ത് പറയുന്നത് ദ ഐഡിയോളജീസ് ഓഫ് സം thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. Let us familiarize with those thinkers and their ideologies. അങ്ങനെ ചില ചിന്തകരുടെ കാഴ്ചപ്പാടുകളൊക്കെ, ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഈ പറയുന്ന പ്രൊട്ടസ്റ്റിനൊക്കെ കുറച്ചും കൂടി ഒരു സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഒരു നല്ല ഒരു എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജോൺ ലോക്ക്, തോമസ് പെയിൻ, 2 പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജോൺ ലോക്കും തോമസ് പെയിനും. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ യൂസ് ചെയ്യുക. എന്ത് ട്രിക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഓർമ്മയിൽ വെക്കാനായിട്ടുള്ളൊരു സംഭവം 2 പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് പെയിൻ ആയി, അല്ലെങ്കിൽ ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് വേനെടുത്തു എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ജോൺ ലോക്ക്, തോമസ് പെയിൻ. സ്പെല്ലിങ് നോക്കുക, രണ്ടിലും ഒരു ഇ ഉണ്ട് കേട്ടോ.
അപ്പോൾ ജോൺ ലോക്ക് എന്താ പറഞ്ഞു നോക്കാം. എവ്രി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് എ റൈറ്റ് ടു സസ്പെൻഡ് ദം. ജോൺ ലോക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിനും അതിൽ കൈകടത്താനോ അവ നിഷേധിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തോമസ് പെയിൻ പറഞ്ഞത് ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ലൈക്ക് നോർത്ത് അമേരിക്ക ബി പെർപെച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ, ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ തോമസ് പെയിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദർ ഈസ് സംതിങ് അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് തോമസ് പെയിൻ പറഞ്ഞത്. അങ്ങനെ ഈ രണ്ട് പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പറയുന്നത് ദ എൻറ്റയർ കോണ്ടിനെൻറ്റ് അസംബിൾസ്. എൻറ്റയർ കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ, ആ പ്രവിശ്യ എന്നൊക്കെ പറയട്ടെ. കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രവിശ്യ, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശം. ഓക്കെ, കോളനികളൊക്കെയാണ് ദ എൻറ്റയർ കോണ്ടിനെൻറ്റ്. അപ്പോൾ 13 കോളനികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. അപ്പോൾ ഇംഗ്ലണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ അതീതമായിട്ട് അവയൊക്കെ പ്രതിഷേധിക്കാനായിട്ട് ഫിലാഡൽഫിയയിൽ 1774 ഇവർ കോളനികളിലത്തെ ഡെലിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിനിധികൾ. ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂൾ മീറ്റിംഗ് ആണ്, എല്ലാ ക്ലാസ്സിലത്തെ റെപ്രസെൻറ്റേറ്റീവ്സും അല്ലെങ്കിൽ ഡെലിഗേറ്റ്സും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിനിധികളാണ് വരിക, അല്ലെങ്കിൽ ക്ലാസ് ലീഡേഴ്സാണ് വരിക. എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രതിനിധികളാണ് വരുന്നത്, ലീഡേഴ്സാണ്. ആ ഓരോ സ്ഥലത്തിൻ്റെയും മെയിനായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദി കോളനീസ് എക്സെപ്റ്റ് ജോർജിയയിലത്തെ പ്രതിനിധി വന്നില്ല. ബാക്കിയുള്ള എല്ലാ കോളനികളിലെയും ആളുകൾ ഫിലാഡൽഫിയയിൽ 1774 ഒത്തുചേർന്നു. എന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങി. എന്തിനെതിരായിട്ടാണ് പ്രതിഷേധിച്ചത്? ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടുകാർ കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരായിട്ട് അവർ സംസാരിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധിക്കാനും തുടങ്ങി. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിനെയാണ് നമ്മൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു. ജോർജിയയിലത്തെ പ്രതിനിധി വന്നില്ല, ബാക്കിയുള്ള എല്ലാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. സബ്സീക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ദി കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് ഒരു നിവേദനം കൊടുത്തു. നിവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും, അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നിയമങ്ങളോട് ഞങ്ങൾക്ക് യോജിച്ച് പോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിവേദനം തയ്യാറാക്കിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് കൊടുത്തു. പക്ഷേ രാജാവ് എന്ത് ചെയ്തു? ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ദേ ഡിമാൻഡഡ് ദ revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അങ്ങനെ അവർ പറഞ്ഞത് ഈ പറയുന്ന ഇൻഡസ്ട്രികൾക്കും എതിരായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന റൂൾസും റെഗുലേഷൻസൊക്കെ മാറ്റണം, അതുപോലെ തന്നെ ജനങ്ങളുടെ സമ്മതമില്ലാതെ ടാക്സ് കൊണ്ടുവരരുത്, ഇമ്പോസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദ കിങ് സെൻറ്റ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. പക്ഷേ രാജാവ് എന്താ ചെയ്തത്? രാജാവ് അവിടുത്തെ മിലിറ്ററിനെ, പട്ടാളത്തെ ഉപയോഗിച്ചിട്ട് ആ പറയുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്തി. അപ്പോൾ രാജാവ് ഇതിനൊന്നും സമ്മതിച്ചില്ല, രാജാവ് ആളുകളെ അടിച്ചമർത്തി. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ടും ഈ പറയുന്ന 13 കോളനികളും തമ്മിൽ യുദ്ധത്തിന് വഴി തെളിച്ചത്. അടുത്തത് പറയുന്നത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ. അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടന്നത്. 1775 നടന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു? ഇലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ആർമി. കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് നമ്മുടെ ജോർജ് വാഷിങ്ടണിനെ 1775 തിരഞ്ഞെടുത്തു. എന്നിട്ടാണ് എന്ത് ചെയ്തത്? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ഒത്തുചേർന്നത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്ത് ത്രൂ എ പാംഫ്ലെറ്റ്, ഒരു ലഘുലേഖയിലൂടെ ടൈറ്റിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖയിലൂടെ തോമസ് പെയിൻ ഡിക്ലയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദി അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. അമേരിക്കക്കാർക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബ്രിട്ടനുമായിട്ടുള്ള ഈ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അത് നിർത്തുന്നതാണ് നല്ലത് എന്ന് തോമസ് പെയിൻ ഒരു ലഘുലേഖയിലൂടെ പറഞ്ഞു.
The American Continental Congress issued the famous Declaration of Independence on 4 July 1776. 1776 എന്ത് ചെയ്തു? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഒരു ഡിക്ലറേഷൻ, ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇതിൻ്റെ പേരാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് ജൂലൈ 4 1776 അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ വർഷം വെച്ച് പറയുന്നതാണ് കേട്ടോ. വർഷം വെച്ച് പറയുന്നതിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ഇതല്ലേ, ബോസ്റ്റൺ ടീ പാർട്ടി വന്നത് 1773, 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1776 എന്തായിരുന്നു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ബൈ ആരാണ് ചെയ്തത്? ദി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഓർഡറിലായാലോ. 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ, 75 സെക്കൻഡ് കോണ്ടിനെൻ്റൽ, ആൻഡ് 76 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. The declaration was prepared by തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയിട്ടാണ് ഈ ഒരു ഡിക്ലറേഷന് പുറപ്പെടുവിച്ചത്. അതിനൊരു എക്സ്ട്രാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്. റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ് ഡിക്ലറേഷൻ? എന്തൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? ഓൾ ആർ ഈക്വൽ, എല്ലാവരും ഒരുപോലെയാണ്. എവരി വൺ ഹാസ് സെർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ആളുകളുടെ സമ്മതമില്ലാതെ പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ദാറ്റ് ബിഗൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ് ഇൻ 1781. അങ്ങനെ ഈ പറയുന്ന ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷം ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധമുണ്ടായി. അത് അവസാനിച്ചത് 1781. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783. ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നർത്ഥം. അപ്പോൾ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ പാരീസ് ഉടമ്പടി പ്രകാരം 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? 13 കോളനികളുടെയും ഫ്രീഡം എന്ത് ചെയ്തു? അനുവദിച്ചു കൊടുത്തു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. അങ്ങനെ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന എഴുതി. ഓക്കെ, ജോർജ് വാഷിംഗ്ടൺ became the first president of the United States of America. അപ്പോൾ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നാണ് പിന്നെ പറയുന്നത് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ജോർജ് വാഷിംഗ്ടൺ. അതിനുശേഷം ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ പുതിയൊരു ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം പുതിയൊരു ഭരണാധികാരി നിലവിൽ വന്നു. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദർ. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അവിടെ നിലനിന്നിരുന്ന സിസ്റ്റത്തിനെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഈ പറയുന്ന വിപ്ലവം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള ആളുകളെയും എൻകറേജ് ചെയ്തിട്ടുണ്ട് പല രീതിയിലും. എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൽ പറയുന്നുണ്ട്. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. അതായത് പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്ന റവല്യൂഷൻസിനും അതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിളിനും സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പുതിയൊരു ഡയറക്ഷനും മോട്ടിവേഷനൊക്കെ നൽകി, ഒരു പ്രേരണയും അല്ലെങ്കിൽ ഒരു പ്രചോദനമൊക്കെ നൽകി. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ റിപ്പബ്ലിക്കൻ ഫോം കൊണ്ടുവന്നത് അമേരിക്കക്കാരായിരുന്നു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടേതാണ്. കോൺട്രിബ്യൂട്ടഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ ദ യൂണിയൻ. അങ്ങനെ ഫെഡറൽ സിസ്റ്റം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതിലെന്താ തന്നിരുന്നത്? എൻഷുർഡ് ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിരുന്നു. ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ ദ യൂണിയൻ. അപ്പോൾ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രത്തിൻ്റെ അധികാരവും കാര്യങ്ങളൊക്കെ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വിസ്തരിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഭരണഘടനയായിരുന്നു നമ്മുടെ അമേരിക്കയുടേത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഓക്കെ, സോ അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം.
ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന എന്തായിരുന്നു, ഇംഗ്ലണ്ടുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളിലേക്ക് കുടിയേറി അവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെ പറയുന്നത് മർക്കൻലിസ് ലോ എന്നാണ്. മർക്കൻലിസ് ലോക്കെതിരായിട്ട് അവർ ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ള സംഭവം നടത്തി. അതിനുശേഷം ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതിനുശേഷം നമ്മുടെ ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ഈ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് നടത്തി. അതിനുശേഷം വാർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പല കാര്യങ്ങൾക്കും പ്രചോദനമേകി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. മെയിനായിട്ട് ഇതിലത്തെ വേർഡുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ഉണ്ടാക്കി എഴുതാവുന്നതാണ്. റവല്യൂഷൻ, പ്രൊട്ടസ്റ്റ്, അതുപോലെയുള്ള വേർഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.